ഗസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം സംബന്ധിച്ച വ്യക്തത രൂപപ്പെടുത്താതെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച. രണ്ടാം ഘട്ടം ഉടൻ ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞു. ഹമാസിനെ നിരായുധീകരിക്കുകയോ തുടച്ചു നീക്കുകയോ ചെയ്യുമെന്നും ഇറാൻ ഭീഷണി ഇല്ലാതാക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ആക്രമിച്ചാൽ മാരകമായി തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ താക്കീത്. ഗസയുടെ പുനർനിർമ്മാണം ഉടൻ നടക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. റഫ അതിർത്തി തുടർന്ന് ഗസയിലേക്ക് ഉടൻ കൂടുതൽ സഹായം എത്തിക്കണമെന്ന് 8 യൂറോപ്യൻ രാജ്യങ്ങളും കാനഡ, ജപ്പാൻ എന്നീ രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. MC നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ട കരാർ യാഥാർത്ഥ്യമായതിനു ശേഷവും ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേലിനെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലെ അർദ്ധരാത്രിയോട് നടന്ന കൂടിക്കാഴ്ചയെ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കിയത്. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാം ഘട്ടം ഉടൻ യാഥാർത്ഥ്യമാകും എന്ന് പറയുമ്പോഴും എന്താണ് അതിലിപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വം? ഇസ്രായേലിന്റെ എന്ത് നിലപാടാണ് അവിടെ നിലനിൽക്കുന്നത്? നാസർ. അനീഷ, വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫ്ലോറിഡയിൽ നടന്ന ചർച്ച. ദീർഘനേരം ആ ചർച്ചകൾ നടന്നു. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. കാരണം എന്ന് മുതൽ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും, എന്തായിരിക്കും അതിൻ്റെ സ്വഭാവം, ഏതർത്ഥത്തിലായിരിക്കും ആ വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ടം മുന്നോട്ട് പോവുക എന്നതുൾപ്പെടെയുള്ള പ്രധാന ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം നൽകാൻ ട്രംപോ നെതന്യാഹുവോ തയ്യാറായിട്ടില്ല. പക്ഷേ തത്വത്തിൽ ഈ രണ്ടാം ഘട്ടവുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത്. ചില വിയോജിപ്പുകൾ വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കണം, അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ലഭിക്കേണ്ട ഒരു ബന്ദിയുടെ മൃതദേഹം ഉടൻ വിട്ടുകിട്ടണം, എങ്കിൽ മാത്രമേ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നതുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു നെതന്യാഹു ഉന്നയിച്ചിരുന്നത്. പക്ഷേ 20 ദിന സമാധാന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം ട്രംപും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും മുന്നോട്ട് വെച്ചു. തത്വത്തിൽ ഇത് നെതന്യാഹുവിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാധിച്ചു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി പ്രയോഗതലത്തിൽ പിന്നെ ഏതൊക്കെ സ്വഭാവത്തിലായിരിക്കും ഇത് വരിക എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടതുള്ളത്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് മുമ്പ് പല ഘട്ടങ്ങളിലും നൽകിയതുപോലെ തന്നെ ഇന്നലെയും ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്നത്. സ്വമേധയാ നിരായുധീകരണത്തിന് തയ്യാറാകണം, അതിന് നിശ്ചിതമായിട്ടുള്ളൊരു സമയം അനുവദിക്കും. അതിനു മുമ്പ് ഈ നിരായുധീകരണം നടപ്പാക്കിയിട്ടില്ലെങ്കിൽ സൈനികമായി തന്നെ അത് നേരിടും. ഏറ്റവും നരകതുല്യമായിട്ടുള്ള ഒരു അവസ്ഥ ഹമാസിനെ കാത്തിരിക്കുന്നുവെന്ന് മുമ്പൊക്കെയും പല തവണ താക്കീത് ചെയ്ത അതേ സ്വരത്തിലായിരുന്നു ഇന്നലെയും ട്രംപ് സംസാരിച്ചത്. പക്ഷേ ഈ ഇടക്കാല സർക്കാരിൻ്റെ രൂപവൽക്കരണം അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പല രാജ്യങ്ങളും ഇതിന് സന്നദ്ധത അറിയിച്ചു എന്ന് മാത്രമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ വൈകാതെ തന്നെ ഈ രണ്ടാം ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണവും വളരെ പെട്ടെന്ന് തന്നെ നടക്കും എന്നുകൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും ഈ അവ്യക്തത നിലനിൽക്കുന്നതുകൊണ്ട് പ്രയോഗതലത്തിൽ എത്ര കണ്ട് ഇത് വിജയിക്കും, ഇത് നടപ്പാകും, അതിന് എത്ര സമയമെടുക്കും എന്നത് സംബന്ധിച്ച സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെയാണ് ഫ്ലോറിഡയിലെ ഈ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നത്. അനീഷ. നാസർ, നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ട ചർച്ചയിൽ അല്ലെങ്കിൽ ആദ്യഘട്ട കരാറിൽ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല. അതിനിടെയാണ് രണ്ടാം ഘട്ട ചർച്ച നടക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാം ഘട്ട വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അതിലെ വിരോധാഭാസം. അതായത് റഫ അതിർത്തി തുറന്ന 800 ട്രക്കുകളോളം പ്രതിദിനം കടത്തിവിട്ടുകൊണ്ട് സഹായം ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ട കരാറിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. അത് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. അതിനിടെ രണ്ടാം ഘട്ട ചർച്ച നടക്കുന്നതിനിടയിലും 8 യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് റഫ അതിർത്തി തുറന്ന സഹായങ്ങൾ ഉറപ്പാക്കണമെന്നുള്ളതാണ്. ഈ നിലപാടിനോട് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിക്കുന്ന മറുപടി എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുങ്ങുമോ? അനീഷ, ഇതിലെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള തുർക്കി, ഈജിപ്ത്, ഖത്തർ എന്നിവ വളരെ ശക്തമായി തന്നെ ഇക്കാര്യം അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. കാരണം ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് പല ഉപാധികളും പല വ്യവസ്ഥകളും ഹമാസ് കൃത്യമായി തന്നെ പാലിച്ചിട്ടുണ്ട്. 20 ബന്ദികളെ ആദ്യ ദിവസം തന്നെ ഒക്ടോബർ 10 തന്നെ കൈമാറുകയുണ്ടായി. തുടർന്ന് 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 27 കൈമാറി. ഒന്ന് കണ്ടെത്താത്തത് കൊണ്ട് മാത്രമാണ് അത് കൈമാറാൻ സമയമെടുക്കുന്നത്. അതിനുള്ള ഊർജിതമായിട്ടുള്ള തെരച്ചിലും നടക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലും ഏതാണ്ട്
900-ഓളം തവണയാണ് ഇസ്രായേൽ വളരെ ആസൂത്രിതമായി തന്നെ ഈ വെടിനിർത്തൽ ലംഘിക്കുകയും 412ഓളം പലസ്തീനികളെ ഈ വെടിനിർത്തൽ കാലയളവിൽ മാത്രം കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ റഫ അതിർത്തി തുറന്നുകൊണ്ട് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും ഗസയിലേക്ക് എത്തിക്കണം. ദിനം പ്രതി ഏതാണ്ട് 600 ട്രക്കുകൾ കടത്തിവിടണം എന്നതുൾപ്പെടെയുള്ള ആ വ്യവസ്ഥകളൊന്നും ഇസ്രായേൽ പാലിച്ചിട്ടില്ല. നിരന്തരമായിട്ടുള്ള ഈ വെടിനിർത്തൽ ലംഘനം തുടരുന്നു. പക്ഷേ ഇതൊന്നും ചർച്ചയിൽ ട്രംപ്